ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ന് കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച യാതനകൾ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ എന്താണെന്നുള്ളതും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് മരണപ്പെട്ട ജനങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 400ഓളം ആളുകളാണ് നിലവിലത്തെ കണക്ക് പ്രകാരം അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ഒരു ജലബോംബാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ജോൺ പെന്നിക്കുക്ക് എന്ന് പറയുന്ന എഞ്ചിനീയർ 1895 കമ്മീഷൻ ചെയ്ത് ആ ഒരു നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് 50 വർഷമായിരുന്നു അതിൻ്റെ ആയുസ് പറഞ്ഞിരുന്നത്. അതിൽ നിന്നും ഇന്ന് 129 വയസ്സിൽ എത്തി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രത്തോളം വലിയ ഒരു ഭീഷണിയാണ് കേരളത്തിലെ ജനത ഇന്ന് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. കാരണം കേരളത്തിലെ ചിന്തകർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ കുരിശ് കേരളത്തിന്റെ തലയിൽ എന്നുള്ള ലെവലിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം വലിയൊരു ഭീഷണിയാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. 8ാം ക്ലാസ്സിലെ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും അവൻ അറിയാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളതും അതേപോലെ തന്നെ കൈനറ്റിക് എനർജി എന്താണെന്നുള്ളതും അതിൻ്റെയൊക്കെ ഫോഴ്സ് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഉരുൾപൊട്ടലിൽ ഏകദേശം 400ഓളം ജനതയാണ് പോയെങ്കിൽ ഇത് നമുക്ക് നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് എത്തുമ്പോൾ തന്നെ 70,000ഓളം ജനങ്ങളും അതിൻ്റെ സ്ഥാപക ജംഗമ അതേപോലെ തന്നെ ഫാക്ടറി അതേപോലെ തന്നെ വാഹനങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു വരുന്ന അത്രയും വലിയ ഒരു ബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. പണ്ട് നാഗാസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്ക വർഷിച്ച ആറ്റം ബോംബിന്റെ 10 മടങ്ങ് ഏകദേശം ഒരു 400 ഇരട്ടിയോളം വലുതായിരിക്കും അത് ഏൽപ്പിക്കുന്ന പ്രഹരശേഷി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് നമുക്കിനി വേണോ, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ടേക്ക് ഇത് കൊണ്ടുപോകണോ എന്നുള്ളതിനെ കുറിച്ചും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് ഇതിന്റെ ഡീകമ്മീഷനെ കുറിച്ച് ഒത്തിരി അധികം ചർച്ചകൾ മുന്നോട്ടേക്ക് പോവുകയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയവും അതേപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി 2 സംസ്ഥാനങ്ങൾ കൂടി ഒത്തുചേർന്ന് അവർക്ക് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക. കാരണം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം പണുക, അതിൻ്റെ ഇത്ര % വേണമെങ്കിൽ കേരളം ഇട്ടോട്ടെ, അതേപോലെ തന്നെ 50% തമിഴ്നാടും ആകട്ടെ. ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നും നേട്ടം കൈവരിക്കുന്നത് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ 4 ജില്ലകളാണ്. ആ 4 ജില്ലകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പം, തേനി അതേപോലെ തന്നെ ഉള്ള ജില്ലകളാണ്. അവിടെ ഇന്ന് കൃഷിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ നിന്നും കിട്ടുന്ന ജലസേചനമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ 2 ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയിലേക്ക് വന്ന് കേരളത്തിലെ ജനങ്ങളെയും അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാർ വന്ന് തമിഴ്നാട്ടിലെ ഏകദേശം 4ഓളം ജില്ലകൾ അതും എന്ത് ചെയ്യുക, രക്ഷിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് PSCയുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യങ്ങൾ കുറച്ചൊന്ന് നോക്കാം. അതായത് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയിലാണ്, ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയിലെ പീരുമേട് താലൂക്കിലെ കുമളി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് എന്തെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുല്ലപ്പെരിയാർ ഡാം പണി തുടങ്ങിയ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1887 മുല്ലപ്പെരിയാർ ഡാം പണി തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പണി തുടങ്ങിയപ്പോൾ അന്ന് ശരിക്കും മദ്രാസ് സർക്കാർ എന്ന് പറയുന്നത് നിലവിലെ അവിടുത്തെ ജനത ഏകദേശം ഞാൻ പറഞ്ഞു, അതായത് 4ഓളം ജില്ലകളിലെ ആളുകൾക്ക് വെള്ളം കെട്ടാത്ത ആ ഒരു അവസ്ഥയിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞ ആ ഒരു വിശാഖം തിരുനാളിന്റെ അടുത്ത് കൊടുത്ത ഒരു റിക്വസ്റ്റ് ആയിരുന്നു ശരിക്കും ഇന്ന് ഈ പറയുന്ന പാട്ടക്കരാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് 999 വർഷത്തേക്കുള്ള ഒരു പാട്ടക്കരാറിൽ ഒപ്പിടുകയും അന്ന് വിശാഖം തിരുനാൾ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാനിത് ഒപ്പിടുന്നുള്ളത്. അങ്ങേർക്ക് വരെ അറിയാമായിരുന്നു ഇത് ഇത്രത്തോളം വലിയ ഒരു ഭീഷണിയിലേക്ക് കേരള ജനതയെ കൊണ്ടുപോയി എത്തിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അന്ന് അങ്ങനെ ഒരു
പ്രസ്താവന അദ്ദേഹം ഉന്നയിച്ചത്. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1895-ലാണ്. അന്ന് മുല്ലപ്പെരിയാർ ഡാം പണിയാനായിട്ട് ജോൺ പെന്നി കുക്ക് എന്ന് പറയുന്ന എഞ്ചിനീയറെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ വളരെയധികം പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തൂടെ കടന്നിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഡാം പണി തീർക്കുന്നത്. അന്നുണ്ടായ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മലമ്പനിയും ഒക്കെ വളരെയധികം ആ ഒരു ഡാമിന്റെ പണിയെ അത്രത്തോളം പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഏകദേശം 3500ഓളം സൈനികരുമായി മദ്രാസിൽ നിന്നും വന്ന ജോൺ പെന്നി കുക്ക് എന്ന് പറയുന്ന വ്യക്തിയെ സഹായിക്കാനായിട്ട് വന്നതിൽ 500ഓളം പേര് സ്പോട്ടിൽ തന്നെ വെച്ച് അപകടപ്പെടുകയുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചാണ് ജോൺ പെന്നി കുക്കിന്റെ ഒരു വാശി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ ഭാര്യയുടേതായിട്ടുള്ള സ്വത്തുകൾ കൂടി ബ്രിട്ടനിൽ പോയി അദ്ദേഹം പണയം വെച്ച് അത് വിറ്റതിന് ശേഷമാണ് വീണ്ടും അദ്ദേഹം തിരിച്ചു വന്ന് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം പണിതത് ഈ ഡാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുണ്ണാമ്പും അതേപോലെ തന്നെ ശർക്കരയും ചേർത്ത മിശ്രിതമായിട്ടുള്ള സുർക്കി മിശ്രിതം കൊണ്ട് പണിത ഗ്രാവിറ്റി ഡാം ആയിരുന്നു ശരിക്കും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡാം അത് എത്രത്തോളം അതിന് ഈ ഒരു ഭൂകമ്പത്തെയും അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ജലത്തെ കെട്ടി നിൽക്കാനുള്ള ശേഷിയും 60 വർഷങ്ങൾക്ക് ശേഷം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്ത് അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. കാരണം അത്രത്തോളം വലിയൊരു ഭീഷണി, അതായത് ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാറാവുന്ന കാര്യം തന്നെയാണ് ശരിക്കും മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. PSC എക്സാമിനൊക്കെ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇനി നാളെ കേരളമുണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ ഇതിൽ നിന്നും പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് നിലവില് ഡാം ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പിയാണ് ജോൺ പെന്നി കുക്ക്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ലോർഡ് വെൻലോക്ക് പ്രഭു ആണ് ഇത് നിലവില് ഉദ്ഘാടനം ചെയ്തത്. ഇനി മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച വർഷം 1886 ഒക്ടോബർ 29. 999 വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് നിലവില് ഒപ്പുവെച്ചത്. തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള JC ഹാനിങ്ടൺ മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടിയാണ്. JC ഹാനിങ്ടണുമാണ് അതായത് വി രാമയ്യങ്കാറും അതേപോലെ തന്നെ JC ഹാനിങ്ടണും ചേർന്നാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് ഒപ്പിട്ടത്. അന്നത്തെ ചരിത്രകാരന്മാർ പറയുന്നത് ശരിക്കും ഈ പറയുന്ന മുല്ലപ്പെരിയാറിന്റെ ആ പ്രദേശത്തെ ഏകദേശം 800ഓളം ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം അതായത് പെരിയാറ് എന്ന് പറയുന്ന നദിയിൽ നിന്നും ഉണ്ടാകുന്ന മഹാപ്രളയവും അതേപോലെ മദ്രാസ് എന്ന് പറയുന്ന അപ്പുറത്തെ സൈഡിൽ വരുന്ന വരണ്ട വരൾച്ചയും ഇതിന് രണ്ടിനും ഒരു പോംവഴി ആയിരുന്നു ശരിക്കും മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു ഇത് കൺസ്ട്രക്ട് ചെയ്തത് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും അതിന്റെ മുന്നിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. മുല്ലപ്പെരിയാർ പാട്ട എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വിശാഖം തിരുനാൾ. PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ ആരാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് ചോദിച്ചാൽ മകളെ ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രീ വിശാഖം തിരുനാളാണ്. ഇനി മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് ഒപ്പുവെച്ച സമയത്ത് അത് ഉദ്ഘാടനം ചെയ്ത് അതാരാന്ന് ചോദിച്ചാൽ അത് ശ്രീ മൂലം തിരുനാളാണ്. ഓക്കെ, ഇനി മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C അച്യുതമേനോനാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് പുതുക്കിയത് C അച്യുതമേനോൻ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1970-ലാണ്. നമ്മൾ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതമാണ് സുർക്കി മിശ്രിതം എന്ന്. സുർക്കി മിശ്രിതത്തിന്റെ കൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ശർക്കരയും അതേപോലെ തന്നെ കുമ്മായവും കലർന്നത് ആണ് ഈ പറയുന്ന സുർക്കി മിശ്രിതം എന്ന് പറയുന്നത്. അത് രണ്ടും കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്ന ആ ഒരു മിശ്രിതം വൻകൂറ്റൻ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച് അതിനിടയിലൂടെ ഇത് വച്ച് പൊത്തിപ്പതിപ്പിച്ചാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഗ്രാവിറ്റി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം എത്രയാണ്? 53.6 മീറ്റർ ആണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം, അല്ലെങ്കിൽ 176 ഫീറ്റ് ആണ്. ഓക്കെ, മുല്ലപ്പെരിയാർ ഡാമിന്റെ നീളം 365.7 മീറ്റർ ആണ് ഡാമിന്റെ നീളം എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. ഈ 142 അടിയിൽ നിന്നും 10 അടി കൂടി കൂട്ടാനാണ്
തമിഴ്നാട് സർക്കാർ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നതും. 2014 സുപ്രീം കോടതിയുമായി ഒരു വിധി ഉണ്ടായി. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ നിലവിലത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് 142 നിന്നും എന്തിലേക്ക് ഉയർത്തണമെന്ന് 152 ഉയർത്തണമെന്നാണ്. അത് എത്രത്തോളം കേരളത്തിലെ ജനതയെ ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ വൻ ഒരു ദുരന്തത്തിലേക്ക് ആഴ്ത്തുമെന്നുള്ളത് ചിലപ്പോൾ ഈ പറയുന്ന രണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചിന്തിക്കാതെയാണ് ഈ തീരുമാനങ്ങളിലേക്കൊക്കെ അവർ എത്തിപ്പെടുന്നത്. ജോൺ പെന്നിക്കുക്കിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ഒരു കാലത്ത് മദ്രാസ് സർക്കാർ പോലും ഈ ഒരു പദ്ധതിയെ നിലവിൽ നിർത്താനായിട്ട് പറഞ്ഞപ്പോൾ പോലും ജോൺ പെന്നിക്കുക്കിന്റെ അതിയായിട്ടുള്ള ഒരു വാശിയായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം ചിലവിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ ഉള്ള എന്താണ് നിലവിലത്തെ ആഭരണങ്ങളും സ്വത്തുവകകളും എല്ലാം ജംഗമ വസ്തുക്കളെല്ലാം വിറ്റതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്ന് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ പറയുന്ന കമ്പം, തേനി എന്നീ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു വെള്ളം അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നത് മുല്ലപ്പെരിയാറിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ തമിഴ്നാട് കമ്പം, തേനി പ്രദേശങ്ങളിൽ സ്മാരകങ്ങൾ, അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ, അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് ഒത്തിരി സംഭവങ്ങൾ ആ ഒരു പ്രദേശത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. കാരണം ഇന്ന് തമിഴ്നാട് സർക്കാരിന്റെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ആ ഒരു നിലവിലത്തെ പട്ടിക അനുസരിച്ച് 50,000 കോടി രൂപയ്ക്ക് മുകളിലാണ് അവർക്ക് കൃഷിയിൽ നിന്നും ഇപ്പോൾ വരുമാനം എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് എസ് ആനന്ദ് കമ്മിറ്റിയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് എസ് ആനന്ദ് കമ്മിറ്റിയാണ്. മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാന്ന് ചോദിച്ചാൽ വൈഗ അണക്കെട്ടാണ്. അപ്പോൾ മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടാണ് വൈഗ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പശ്ചാത്തലമാക്കി ഡാം 999 എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഹൻ റോയ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെല്ലാവരും കണ്ട സിനിമയായിരിക്കും ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ പശ്ചാത്തലമാക്കി ഡാം 999 എന്ന ചലച്ചിത്രം സംവിധാനം. അത് സോഹൻ റോയ് ആണ്. പെരിയാർ തടാകം ഏത് അണക്കെട്ടുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അല്ലാതെ PSC എക്സാമുകളിൽ അല്ലാതെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, അതായത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു ജലബോംബ് അല്ലെങ്കിൽ കേരളത്തെ തന്നെ പിടിച്ച് ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഇത്രയും വലിയ ഒരു മാരകശേഷിയുള്ള ഇത്രയും വലിയൊരു ദുരന്തത്തെ നമ്മൾ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യം താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം, അതായത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഡീകമ്മീഷൻ ചെയ്യണമോ അല്ലെങ്കിൽ അതെന്താണ് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകണമോ? കേരളത്തിലെ 5ഓളം ജില്ലകളാണ് തൂത്ത് കഴുകി പോകുന്നത്. അപ്പോൾ അത്രത്തോളം വലിയൊരു ഭീഷണിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു ഡാമിനെ കുറിച്ചുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമോ വേണ്ടയോ, എന്താണ് അതിന് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.